LKG മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി. എന്തിന് LKG ആക്കണം? തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ 1 വർഷം പോകും. നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോൾ കുട്ടികളെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയാ. ബക്രാനങ്ങളുടെ നീളമത്ര, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം, ഇന്ത്യയുടെ 8ാമത്തെ പ്രധാനമന്ത്രി ആര്, ഇതൊക്കെ തന്തയും തള്ളയെ അറിഞ്ഞിരുന്നാലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റൂ. മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ. അല്ല, അങ്ങനെ കൊടുക്കണമല്ലോ, എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ. പിന്നെ പിരിവ്, എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പണപ്പിരിവ്. സംഭാവന, ബിൽഡിംഗ് ഫണ്ട്, ഫർണിച്ചർ ഫണ്ട്, ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട്. എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികേതൻ കോളേജിൽ അഡ്മിഷന് പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് 10,000 രൂപയാ. അതിന് തെളിവ് വല്ലതുമുണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി? ഉണ്ട് സാർ. പണം അടച്ചതിന്റെ റെസിപ്റ്റ്. എന്തേ, പാവപ്പെട്ടവർക്കൂടെ പഠിക്കണ്ടേ? പക്ഷേ സർക്കാർ കോളേജുകളിൽ പണപ്പിരിവില്ലല്ലോ, അവിടെ പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്റെ സഹോദരി 1ാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല. ഇവിടെ പാഠ്യ പദ്ധതിയിൽ 100,000 വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയല്ലേ സർക്കാർ, അഴിമതിക്ക് കൂടുതൽ വകുപ്പുണ്ടാക്കാൻ. അല്ല, സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധയാ കൊടുക്കുന്ന ഒന്നല്ലേ? അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും? സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ പിടിച്ചു പറയെ, ഈ പകൽക്കൊള്ളയെ നിയമവിരുദ്ധമല്ല എന്നാക്കി തീർക്കാനുള്ള നിങ്ങളുടെ വ്യാഖ്യാനമുള്ള നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക. ഇതൊക്കെയാണോ സാർ നിങ്ങളുടെ പത്രധർമ്മം?